ഡെമോക്രസിയുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 3 ബില്ലുകളാണ് യൂണിയൻ ഗവൺമെന്റ് റീസെന്റ് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്നാമതായിട്ട് തന്നെ 131st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ വിച്ച് ഇൻക്രീസസ് ദ ലോക്സഭ സീറ്റ്സ് ഫ്രം 543 to 850. രണ്ടാമതായിട്ട് വിമൻ റിസർവേഷൻ ബിൽ, ദാറ്റ് ഇസ് 33% റിസർവേഷൻ ഫോർ വിമൻ ഇൻ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് സെൻസസ്. ആൻഡ് മൂന്നാമതായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഒക്കെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡീലിമിറ്റേഷൻ ബിൽ. ഇതിന് മൂന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിഷൻ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റ് ആണെങ്കിലും ഇതിന്റെ ഡിസ്കഷന്റെ സമയത്ത് വലിയ ഹീറ്റഡ് ഡിബേറ്റിനാണ് സാക്ഷ്യം വഹിച്ചത്. റീസെന്റ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഇതിന്റെ ഡ്രാഫ്റ്റ് ബില്ല് കത്തിക്കുന്നതിന് വരെ ഇന്ത്യ സാക്ഷിയായി. അപ്പൊ ഇത്രമാത്രം വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കിയ ഈ ബില്ലുകൾ എങ്ങനെയാണ് ഇന്ത്യ എഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസിയെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. വെൽക്കം ടു റൈസ് അപ്പ്. ആൻഡ് ഇൻ ടുഡേ we will be discussing the largest reform and restructuring plan for assembly and Lok Sabha constituencies proposed by the union government. ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കുന്നത് വിമൻ റിസർവേഷൻ ബില്ലാണ്. 2023 നാരി ശക്തി വന്ദൻ അധിനിയം വരുന്നത്. 2010 ഇത് രാജ്യസഭ അഡോപ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നടന്ന വളരെയധികം സ്ക്രൂട്ടിനികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന്റെ ശേഷം 2024 ഇത് നിയമമാകുന്നത്. 2024 ഇലക്ഷന് മുൻപാണ് ഇത് നിയമമാകുന്നത്. 2010 രാജ്യസഭയിൽ ഈ പറയുന്ന വിമൻ റിസർവേഷൻ ബില്ല് അഡോപ്റ്റ് ചെയ്യുമ്പോൾ വിമൻ റിസർവേഷൻ ബില്ല് അടുത്ത ജനറൽ ഇലക്ഷൻ എപ്പോഴാണോ അപ്പൊ തൊട്ട് വിമന് 33% റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യും എന്നുള്ള രീതിയിലായിരുന്നു അഡോപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ 2023 വരുമ്പോൾ 2024 നിയമത്തിൽ ഇത് ഇങ്ങനെയല്ല വന്നത്. കാരണം 2024 ജനറൽ ഇലക്ഷനിൽ നമുക്ക് വിമൻ റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2024 നിയമത്തിൽ പറഞ്ഞിരുന്നത് ഈ നിയമം വന്നതിന് ശേഷം അടുത്ത സെൻസസ് എപ്പോഴാണോ ആ സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീലിമിറ്റേഷന് ശേഷം ആയിരിക്കും വിമൻ റിസർവേഷൻ 33% വിമൻ റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതായിരുന്നു. അതിന് അനുസരിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സെൻസസ് നടന്നത് 2011 2021 സെൻസസ് നടന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത സെൻസസ് റീസെന്റ് തന്നെ, അതായത് 2026, 25, 26 നടക്കും എന്നുള്ളതിന്റെ ബേസിൽ 2029 എല്ലാവരും വിമൻ റിസർവേഷന് വേണ്ടിയിട്ടുള്ള പീരീഡായി അസ്യൂം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എല്ലാവരും മുന്നിൽ കണ്ടിരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും സെൻസസ് നടന്നിട്ടില്ല. 2011 നടക്കേണ്ടിയിരുന്ന സെൻസസ് 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യൂണിയൻ ഗവൺമെന്റ് പറയുന്നത് 2029 വിമൻ റിസർവേഷൻ നടപ്പിലാക്കാനും ഇതിന് ഒരു തരത്തിലുള്ള ഡിലേയും ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് ഈ പറയുന്ന പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് യൂണിയൻ ഗവൺമെന്റ് പറയുന്നത്. കാരണം 2026 കൊണ്ടുവന്ന, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന വിമൻ റിസർവേഷൻ ബില്ലില് ഇവിടെ ഗവൺമെന്റ് വരുത്തിയിരിക്കുന്ന ഒരു വലിയ പ്രൊവിഷൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് സെൻസസ് ബേസ്ഡ് ഡീലിമിറ്റേഷൻ മാറ്റി ലേറ്റസ്റ്റ് സെൻസസ് ബേസ്ഡ് ഡീലിമിറ്റേഷൻ എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് സെൻസസ് ബേസ്ഡ് ഡീലിമിറ്റേഷൻ. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് സെൻസസ് നടന്നത് 2011. അപ്പൊ 2011 സെൻസസ് ബേസ്ഡ് ഡീലിമിറ്റേഷൻ വഴിയായിരിക്കും വിമൻ റിസർവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ് ഗവൺമെന്റ് ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. അതുവഴി 33% വിമൻ റിസർവേഷൻ ഫ്രം 2029 ഓൺവേർഡ്സ് നടക്കും എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷൻ ഓഫ് സീറ്റ്സ് ഉണ്ടാവും. അതായത് ജിയോഗ്രാഫിക്കൽ പാരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഓരോ വർഷവും വിമൻ റിസർവേഷൻ, ഓരോ ഇലക്ഷനും വിമൻ റിസർവേഷൻ ഉണ്ടാവുന്ന സീറ്റുകൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുകൂടി ഗവൺമെന്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് എന്ന് പറയാനുള്ളത്. പക്ഷെ ഇതിനെതിരെ വരുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഒപ്പോസിഷൻ പറയുന്നത് ഗവൺമെന്റ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് 2029 ഇത് നടത്താൻ എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2011 സെൻസസ് എന്ന് പറഞ്ഞാൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെൻസസ് ആണ്. കാരണം കറണ്ട് പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ ചേഞ്ച് 2011 സെൻസസിൽ ഉണ്ടാവും. അപ്പൊ 2011 സെൻസസ് ബേസ് ചെയ്തിട്ട് വിമൻ റിസർവേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഡീലിമിറ്റേഷന്റെ അടിസ്ഥാന തത്വത്തിന് തന്നെ എഗെയിൻസ്റ്റ് ആണ്. കാരണം അപ്പോൾ ഉള്ള പോപ്പുലേഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് 33% റിസർവേഷൻ എന്ന് പറയുമ്പോൾ സീറ്റിൽ കൺസിഡറബിൾ കുറവാണ് വിമന് സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു
ഈ മാറ്റം ബേസിക്കലി വിമൻ ബില്ലിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് എന്നാണ് ഓപ്പോസിഷൻ ഒന്നാമതായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് തന്നെ 2021 നടക്കേണ്ടിയിരുന്ന കാസ്റ്റ് സെൻസസ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ പ്രഷർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടിയാണ് 2029, അതായത് ലേറ്റസ്റ്റ് സെൻസസ് എന്ന് വേർഡ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് വഴി ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കൂടി ഓപ്പോസിഷൻ ഇവിടെ പറയുന്നുണ്ട്. കാരണം ഇതുവരെ കാസ്റ്റ് സെൻസസ് നടന്നിട്ടില്ല. 2011 എന്ന് പറയുമ്പോൾ വളരെ പിന്നിലാണ്. 10-15 വർഷത്തിന്റെ ഡിഫറൻസ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് ഓപ്പോസിഷൻ പറയുന്ന മറ്റൊരു ആർഗ്യുമെന്റ്. ഇതിനെ നമ്മൾ ഡീലിമിറ്റേഷനുമായിട്ട് കൂടി, അതായത് ലോക്സഭ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പാൻഷനുമായിട്ട് കൂടി നമ്മൾ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം വലിയൊരു ഇവിടെയുള്ള ഒരു ലൂപ്പ് ഹോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ 33% റിസർവേഷൻ കൊടുക്കുമ്പം 543 സീറ്റിൽ 33% വിമൻ കാൻഡിഡേറ്റ്സിന് റിസർവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഉള്ള ലോക്സഭയിലെ വിമന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് 14% മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് 33% എന്ന് പറയുമ്പോൾ ജനറൽ സീറ്റിലെ ഒരു വലിയ പോർഷൻ ജനറൽ സീറ്റുകൾ ബേസിക്കലി വിമണിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ വന്നൊരു മാറ്റം എന്താന്ന് വെച്ചാൽ 543 നിന്ന് 850 എന്ത് ചെയ്യാണ്, സീറ്റുകളുടെ എണ്ണം ഉയർത്തുക ചെയ്യുന്നത്. ബേസിക്കലി ഇവിടെ 543 നിന്ന് നഷ്ടപ്പെടുന്ന ജനറൽ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നത് വഴി ബാലൻസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയും വിമൻ റിസർവേഷനിൽ വെള്ളം ചേർക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഓപ്പോസിഷൻ ആർഗ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വെള്ളം ചേർക്കലുകളല്ല, പകരം ഒരു ട്രൂ പർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ട്രൂ പർപ്പസ് സെർവ് ചെയ്യുന്ന രീതിയിൽ ഒരു ബില്ലാണ് ഓപ്പോസിഷൻ ആവശ്യപ്പെടുന്നത്. അപ്പം ഇതാണ് ബേസ്ഡ് ഓൺ വിമൻ റിസർവേഷൻ. പക്ഷെ ഓപ്പോസിഷൻ ഇവിടെ പറയുന്ന, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളും അതുപോലെ തന്നെ വിമൻ ഓർഗനൈസേഷൻസും ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിമൻ റിസർവേഷൻ എന്ന് പറയുന്നത് കാലത്തിന്റെ മാറ്റാണ്, അത് എന്തായാലും അത്യാവശ്യമാണ്. വിമൻ റിസർവേഷനെ അല്ല ഇവിടെ എതിർക്കുന്നത്, പകരം അതിനെ ഡീലിമിറ്റേഷനുമായിട്ട് പെഗ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ശ്രമത്തിനെയാണ് ഇവിടെ എതിർക്കുന്നത് എന്നാണ് ഇവിടെ ബാക്കിയുള്ള ഒപ്പോസിഷനും അതുപോലെ തന്നെ ഒപ്പോസിംഗ് വോയിസസ് ഒക്കെ ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്. ഇതാണ് വിമൻ റിസർവേഷൻ ബില്ലിന്റെ ഒരു മേജർ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ വിമൻ റിസർവേഷൻ ബില്ലിനെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ളതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള 131st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷനും വരുന്നത്. അപ്പം അതിൽ എന്തൊക്കെയാണ് ബേസിക്കലി പറയുന്നത് നമുക്ക് നോക്കാം. 131st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വരുമ്പം 543 നിന്ന് 850 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543 നിന്ന് 850 എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു റിലേറ്റീവ് ചേഞ്ച് ഇൻ ഷെയർ ഓഫ് സീറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 1971 തൊട്ട് നമ്മൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി റീഡ്രോ ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 1971 70 പീരീഡുകളിലാണ് നമ്മൾ ഫാമിലി പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഫാമിലി പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് ഇത് വളരെ പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ പോപ്പുലേഷനിൽ കൺസിഡറബിൾ ഡിക്രീസ് ഉണ്ടായി. പക്ഷേ നോർത്തേൺ സ്റ്റേറ്റ്സ്, അതായത് ഹിന്ദി ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന ഫാമിലി പ്ലാനിങ് ഒരു വലിയ പരാജയമായിരുന്നു. അവിടെ ഫാമിലി പ്ലാനിങ് പ്രോപ്പറായി നടന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പോപ്പുലേഷനിൽ കൺസിഡറബിൾ ഡിഫറൻസ് ഉണ്ടായില്ല. അപ്പം ഇത് ഈ പറയുന്ന നോർത്ത് സൗത്ത് ഡിസ്പാരിറ്റി ഉണ്ടാക്കും. ഇവരുടെ സദേൺ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേഷനിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കും. കാരണം പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഫാമിലി പ്ലാനിങ് നടത്തിയത് കൊണ്ട് സദേൺ സ്റ്റേറ്റ്സിന് ബേസിക്കലി സീറ്റുകളിലും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന റവന്യൂ ഷെയറിലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡെവല്യൂഷനിലൊക്കെ വലിയ ചേഞ്ചുകൾ വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് 1971 സെൻസസിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ റീഡ്രോ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ റീസെന്റ് വന്ന ഈ പറയുന്ന അമെൻമെന്റ് ആക്ട് വഴി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ 1971 ഫ്രീസിംഗ് എടുത്തു മാറ്റി, പകരം പാർലമെന്ററി പ്രോസസ്, പാർലമെന്റിന് തീരുമാനിക്കാം ഏത് സെൻസസ് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഡീലിമിറ്റേഷൻ നടത്തണം, അതുപോലെ തന്നെ ഏത് സെൻസസ് ബേസ് ചെയ്താണ് ഈ ഡീലിമിറ്റേഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പാർലമെന്റിന് തീരുമാനിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന് എഗെയിൻസ്റ്റ് ആണ് ബേസിക്കലി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വലിയ പ്രൊട്ടസ്റ്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 2011 സെൻസസിന് ശേഷം
ഉള്ള സെൻസസ് അനുസരിച്ച് നമ്മൾ സീറ്റ് അലോക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഹിന്ദി ഹാർട്ട്ലാൻഡിന് ഒരു വലിയ ബെനഫിറ്റ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം റിലേറ്റീവ് ചേഞ്ച് ഇൻ സീറ്റ്സ് വളരെ വലുതായിരിക്കും. അതായത് ബേസിക്കലി 850 എക്സ്പാൻഡ് ചെയ്യുമ്പം എല്ലാ സ്റ്റേറ്റുകളുടെയും ആബ്സല്യൂട്ട് ഷെയർ ഇൻ സീറ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ റിലേറ്റീവ്ലി നോക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2011 സെൻസസുമായിട്ട് ഇതിനെ പെഗ് ചെയ്യാനാണ് നോക്കുന്നത്. അതായത് 2011 പോപ്പുലേഷൻ അനുസരിച്ച് ഇതിനെ പെഗ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ 1971 ഫാമിലി പ്ലാനിങ് നടത്തിയത് വഴി സദേൺ സ്റ്റേറ്റുകളുടെ പോപ്പുലേഷനിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നതായിട്ട് കാണാം. നോർത്തേൺ സ്റ്റേറ്റുകളിൽ അത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നില്ല, അവിടെ ഇൻക്രീസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2011 സെൻസസുമായിട്ട് ഈ പറയുന്ന സീറ്റ് ഇൻക്രീസിനെ പെഗ് ചെയ്യുമ്പോൾ ഇവിടെ സദേൺ സ്റ്റേറ്റ്സിന് ഭയങ്കര വലിയ ലോസ് ആണ് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി കേരളം, കർണാടക പോലെയുള്ള സ്റ്റേറ്റുകൾക്ക് വലിയ ലോസ് ആണ് സീറ്റുകളിൽ, അതായത് അവരുടെ റെപ്രസെന്റേഷനിലെ പെർസെൻറ്റേജിൽ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം സദേൺ സ്റ്റേറ്റുകളുടെ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റുകളുടെ സീറ്റ് പെർസെൻറ്റേജ് 24% നിന്നും 20.7% കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോർത്തേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ഹിന്ദി ഹാർട്ട്ലാൻഡ് ആയിട്ടുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഡൽഹി തുടങ്ങിയ സ്റ്റേറ്റുകളുടെ ഈ പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 38% നിന്നും 43% കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി ഉള്ള ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഇവിടെ കൂടുതൽ പിന്നീട് ഡീപ്പ് ആവുന്നതായിട്ടാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുക. അപ്പൊ ഇവിടെ ഈ 543 നിന്നും 850 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബേസിക്കലി സീറ്റുകളുടെ എണ്ണം കൂടാം. പക്ഷെ അതിനെ 2011 സെൻസസുമായിട്ട് പെഗ് ചെയ്യുന്നത് വഴി ഇവിടെ സദേൺ സ്റ്റേറ്റുകൾക്ക് ഒരു വലിയ റിലേറ്റീവ് കുറവ് സീറ്റുകളിൽ ഉണ്ടാവും. പക്ഷെ നോർത്തേൺ സ്റ്റേറ്റുകൾക്ക് ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത്. ഇതിൽ ഗവൺമെന്റ് പറയുന്നത് 1 person ഈക്വൽ ടു 1 വോട്ട് എന്നുള്ളതാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ബേസിക് പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യാതിരിക്കാനാണ് ഇവിടെ നോക്കുന്നത്. 1 person ഈക്വൽ ടു 1 വോട്ട്, അത് റിഗാർഡ്ലെസ് ഓഫ് റെസിഡൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയാലേ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷെ ഇവിടെ നിലനിൽക്കുന്ന ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ നോർത്ത് സൗത്ത് ഡിവൈഡ്, നോർത്ത് ഈസ്റ്റിലുള്ള ഈ ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പ്രൊവിഷനെ ഒപ്പോസിഷൻ എതിർക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് കൊണ്ടുവന്നത് ഇതിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിൽ ഏത് സെൻസസ് വഴി എത്ര പ്രാവശ്യം ഡീലിമിറ്റേഷൻ, എത്ര കാലം കൂടുമ്പോൾ ഡീലിമിറ്റേഷൻ നടത്തണം, അതുപോലെ തന്നെ ഏത് സെൻസസ് വഴിയാണ് ഡീലിമിറ്റേഷൻ നടത്തേണ്ടത് എന്നതും തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിന് ബൈ സിമ്പിൾ മെജോറിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാലം നമ്മൾ ഡീലിമിറ്റേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണമായിരുന്നു. ഇപ്പൊ അത് പാർലമെന്ററി ലോയിലേക്ക് മാറ്റി. അത് കാരണം അതിന് സിമ്പിൾ മെജോറിറ്റി വഴി ഇത് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രീസ് റിമൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഏത് സെൻസസ് യൂസ് ചെയ്യണം തീരുമാനിക്കുക, ഇതൊക്കെ ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കംഫർട്ടബിൾ മെജോറിറ്റി ഉള്ള ഗവൺമെന്റിന് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ലോക്സഭയിൽ കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ ഗവൺമെന്റിന് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കും, അപ്പൊ രാജ്യസഭയുടെ കാര്യം, രാജ്യസഭ ഉണ്ടല്ലോ, രാജ്യസഭ എതിർത്താൻ പറ്റില്ലല്ലോ. അവിടെയാണ് ഇതിലുള്ള ഒരു വലിയ ട്രാപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ലൂപ്പ് ഹോൾ നമുക്ക് കാണാൻ പറ്റുക. ഈ 543 നിന്ന് 850 സീറ്റുകളുടെ എണ്ണം ഉയർത്തുന്നത് ഈ പറയുന്ന ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ. രാജ്യസഭയുടെ സീറ്റുകളുടെ എണ്ണം ഇപ്പോഴും അതേപടി നിലനിൽക്കുക ചെയ്യുന്നത്. അപ്പൊ രാജ്യസഭയ്ക്ക് ഇവിടെ റിലേറ്റീവ് പൊസിഷൻ ഓഫ് രാജ്യസഭ ഇവിടെ വീക്കൻ ആവുക ചെയ്യുന്നത്. വളരെ രാജ്യസഭയുടെ പവർ ഇവിടെ കൺസിഡറബിളി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ബില്ല് ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ജോയിന്റ് സിറ്റിംഗ് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ജോയിന്റ് സിറ്റിംഗിൽ ബേസിക്കലി ഗവൺമെന്റിന്, അതായത് ലോക്സഭയ്ക്ക് ഒരു അപ്പർ ഹാൻഡ്, വലിയ രീതിയിലുള്ള അപ്പർ ഹാൻഡാണ് ഈ ഒരു മാറ്റം വരുന്നത് വഴി ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇന്ത്യയുടെ പാർലമെന്ററി പ്രൊസീജിയേഴ്സിൽ തന്നെ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ഈ പറയുന്ന 131st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ല് കൊണ്ടുവരുന്നുണ്ട് എന്നതാണ് ഒപ്പോസിഷന്റെ ആർഗ്യുമെന്റ്. കാരണം അവിടെ ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിളിനെ വീക്കൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയുടെ പൊസിഷനെയും കൂടി വീക്കൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ബേസിക്കലി ഒപ്പോസിഷൻ ആർഗ്യൂ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് വരുന്നത്, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസീസിന്, അതായത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 15%, 15% ഓഫ് ദ കോമ്പോസിഷൻ ഓഫ് ലോക്സഭയാണ്.
ലോക്സഭയിലെ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണത്തിലും വലിയ ചേഞ്ച് ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം 815 MPs വരുമ്പം ഇവിടെ 81 നിന്ന് 122 കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ എണ്ണവും കൂടി ഇൻക്രീസ് ആവുന്നതായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ എക്സ്പാൻഷൻ ഓഫ് ലോക്സഭ കൊണ്ടുവരുന്നതിലുള്ള മറ്റൊരു കൺസിഡറബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തൊരു ആസ്പെക്ട് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ടൈമാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ബേസിക്കലി ക്വസ്റ്റ്യൻ അവർ, 0 അവർ, ഇങ്ങനെയുള്ള പാർലമെന്ററി ഡിവൈസസ് ഒക്കെ ലോട്ടറി ബേസിസിലാണ് ഓരോ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം 543 ആളുകൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ലെസ് ദാൻ 70 days ആണ്, 70 ദിവസത്തെ കുറവാണ് നമ്മൾ പാർലമെന്റ് സെഷൻസ് കൂടുന്ന ദിവസങ്ങൾ. അപ്പോൾ ഈ സമയത്ത് ഇപ്പം തന്നെ 543 മെമ്പേഴ്സിന് എല്ലാവർക്കും സംസാരിക്കാനും അതുപോലെ തന്നെ ബില്ലുകളിലൊക്കെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടിനി നടത്താനും ഡിസ്കഷൻസ് നടത്താനൊന്നുമുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു 850 ഈ എണ്ണം ഉയർത്തുമ്പം ഇത് എത്രമാത്രം പോസിബിൾ ആവും എന്നുള്ളതാണ് വേറൊരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള നമ്മുടെ ഡെമോക്രാറ്റിക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ആണ് ഈ ക്വസ്റ്റ്യൻ അവറും 0 അവറും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ വെട്ടിച്ചുരുക്കുക വഴി ഇതിനെ ഓൾറെഡി പലപ്പോഴും അതിൽ പല ചേഞ്ചസും വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കമ്മിറ്റി സ്ക്രൂട്ടിനി ഓൺ ബിൽസ് വളരെ കുറവാണ്, വളരെ കുറവാണ് നമ്മുടെ പാർലമെന്റിൽ നടക്കുന്നത്. അപ്പം ഈ പറയുന്ന എണ്ണം ഇത്രയധികം ഇൻക്രീസ് ചെയ്യുന്നത് വഴി ഇവിടെ ഡിസ്കഷനുള്ള സമയം, ഡിബേറ്റിനുള്ള സമയമൊക്കെ കൺസിഡറബിളി കുറയുന്നതായിട്ടും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് ബേസിക്കലി ഉയർത്തിക്കാട്ടുന്ന കൺസേൺസ് എന്ന് പറയുന്നത്. ഒപ്പോസിഷൻ ഈ പറയുന്ന എക്സ്പാൻഷനിൽ പ്രശ്നങ്ങളായിട്ട് ഉയർത്തിക്കാട്ടുന്ന കൺസേൺസ് ഇതൊക്കെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഡീലിമിറ്റേഷൻ ബില്ല് 2026 അനുസരിച്ചിട്ട് ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഡീലിമിറ്റേഷൻ കൊണ്ടുവരുമ്പോഴും ഈ സിമിലർലി ഞാൻ പറഞ്ഞതുപോലെ 1971 ഫ്രീസിങ്, പോപ്പുലേഷൻ ബേസ്ഡ് ഫാമിലി പ്ലാനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീസിങ് കൊണ്ടുവന്നത് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഡീലിമിറ്റേഷൻ ഇവിടെ നടത്തുമ്പം 2011 സെൻസസ് അനുസരിച്ചായിരിക്കും നടത്തുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് സെൻസസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. പക്ഷേ ഈ സെൻസസ് നടത്തുമ്പോഴും സദേൺ സ്റ്റേറ്റിൽ ഒരു വളരെ വലിയ കൺസിഡറബിൾ ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലേറ്റസ്റ്റ് സെൻസസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഡീലിമിറ്റേഷൻ നടത്തുക. അപ്പോൾ സദേൺ സ്റ്റേറ്റിൽ വളരെ കൺസിഡറബിൾ ആയിട്ട് സീറ്റുകളുടെ എണ്ണം കുറയുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ ആർഗ്യൂ ചെയ്തുകൊണ്ടാണ് ബേസിക്കലി ഒപ്പോസിഷനും അതുപോലെ തന്നെ പല സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളും സദേൺ സ്റ്റേറ്റുകളും ഈ ബില്ലിനെ എതിർക്കുന്നത്. ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പാർലമെന്ററി പ്രിൻസിപ്പിൾസിനെയൊക്കെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയിലാണ് ബില്ല് വരുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആർഗ്യുമെന്റ്സ് വരുന്നത്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ വിമൻ റിസർവേഷൻ ബില്ലിലാണെങ്കിലും അവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് നമുക്കിപ്പോൾ കൊണ്ടുവന്ന ബില്ലിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഗ്ലോബൽ ലെവലിൽ നമ്മൾ പല പാർലമെന്ററി സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയെക്കാൾ ഇപ്പോൾ 850 അടുത്ത് തന്നെ റെപ്രസെൻറ്റേഷൻസ് വരുന്ന പല സിസ്റ്റംസും നമുക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK പാർലമെന്റിൽ 650ഓളം ആളുകളുണ്ട്. അപ്പോൾ സിമിലർലി നമുക്ക് ഇത്രയും ഇൻക്രീസ്ഡ് റെപ്രസെൻറ്റേഷൻസ് ഉള്ള പാർലമെന്ററി സിസ്റ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെയുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവർ ഈ ഇൻക്രീസിനനുസരിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ പാർലമെന്ററി റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. UK 150 ദിവസമാണ് മിനിമം നമ്പർ ഓഫ് സെഷൻസ് എന്ന് പറയുന്നത്. അപ്പം 150 ദിവസം എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് നടത്താനും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ സമയം കിട്ടും. അതുപോലെ തന്നെ UK കമ്മിറ്റി സ്ക്രൂട്ടിനി, വളരെ ഹൈ ലെവൽ കമ്മിറ്റി സ്ക്രൂട്ടിനിയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ നമ്മുടെ കേസിൽ ഇത്തരത്തിൽ, അതായത് 543 പേരുള്ളപ്പോൾ നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റാതിരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ക്രിറ്റിസിസംസ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് 850 ഉയർത്തുമ്പോൾ നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു സംശയാസ്പദമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കൂടി ആണ് ഒരു വിഷയം. അപ്പോൾ പലപ്പോഴും റൂളിംഗ് പാർട്ടീൻ്റെ കക്ഷികളൊക്കെ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ ഭരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇതുവഴി വരുന്ന ചേഞ്ച് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പം ഇതുവഴി ഇനിയിപ്പം ബേസിക്കലി വലിയൊരു, അതായത് പാർലമെന്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ
ഡെമോക്രസീൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യൻ ഡെമോക്രസീൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് ആയിരിക്കും എന്ന് തീരുമാനിക്കാൻ ഈ പറയുന്ന ബില്ലിന് കെൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലാർജസ്റ്റ് റിഫോം ആൻഡ് റീസ്ട്രക്ചറിങ് പ്രപ്പോസ്ഡ് ബൈ എ ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉണ്ടാവുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് നമ്മുടെ ഡെമോക്രസിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ചും അവെയർ ആയിരിക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച്.